നാസികളുടെ പീഡനത്തിനിരയായി തടങ്കൽ പാളയത്തിൽ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആൻട്രാക്സ് ആഗ്രഹിച്ചതുപോലെ എഴുത്തുകാരിയായേനെ. ആലിബാന്റെ വിരൽ വിടുവിച്ച് വീട്ടിലായിരുന്നുവെങ്കിൽ മലാല സ്വാതിൽ തന്നെ കഴിഞ്ഞേനെ. കാലാവസ്ഥാ നീതി നടപ്പായിരുന്നുവെങ്കിൽ ഗ്രേറ്റ ജുൻബർഗിന് ക്ലാസ് മുടക്കി സമരത്തിൽ ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കാനേ കഴിയും. സാധ്യതകൾക്ക് ചരിത്രത്തിൽ സ്ഥാനമില്ല. മലാലയെയും ഗ്രേറ്റയെയും ആനിയയും പോലെയുള്ള കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഭൂമി വാസയോഗ്യമുള്ള ഇടമായി തീരുന്നത്. പ്രിയപ്പെട്ട ലോകമേ, വരൂ, വന്ന് ഇവരും ബിജീഷ് ബാലകൃഷ്ണൻ എഴുതിയ നല്ല ഭൂമിക്കായി കുട്ടികളുടെ പോരാട്ടം, ആൻ മുതൽ ഗ്രേറ്റ വരെ. ഈ കുട്ടികൾ നടപ്പ് ലോകത്തിന്റെ നെറുകൊട്ട് തുരുമ്പിച്ച വിജാഗിരികളിലേക്ക് നീതിയുടെ എണ്ണ പകർന്നു. ഇരുളിൽ തിരികളായി അടിച്ചു വഴിയെ പോകാതെ പുതുവഴി വെട്ടി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷമില്ലായിരുന്നെങ്കിൽ ഏതൊരു കൗമാരക്കാരിയെയും പോലെ ജീവിച്ചെന്ന് പറയൂ. ഒരിക്കൽ അവൾ സങ്കടത്തോടെ ചുറ്റോടിൽ കുറിച്ചു, എനിക്ക് കടൽ മിസ് ചെയ്യുന്നു, എനിക്ക് സുഹൃത്തുക്കളെ മിസ് ചെയ്യുന്നു, എനിക്ക് ഐസ്ക്രീം മിസ് ചെയ്യുന്നു, സന്തോഷവും ഉല്ലാസവും മിസ് ചെയ്യുന്നു, എനിക്ക് എൻ്റെ സാധാരണ ജീവിതം മിസ് ചെയ്യുന്നു.